മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു മൃഗമാണ് ഹൈന അഥവാ കഴുതപ്പുലികൾ. രൂപം പോലെ തന്നെ വികൃതവും അക്രമ സ്വഭാവം കൂടുതലുമുള്ള മൃഗങ്ങളാണ് ഹൈനകൾ. പിടിക്കുന്ന ഇരയെ ജീവനോടുകൂടി ഭക്ഷിക്കുക, അതുമല്ലാതെ മറ്റുള്ള ജീവികൾ പിടിക്കുന്ന ഇരയെ സംഘം ചേർന്ന് ആക്രമിച്ച് അത് തട്ടിയെടുക്കുന്ന സ്വഭാവക്കാരും കൂടിയാണ് ഇവർ. ഇന്ന് ലോകത്ത് വെച്ചിട്ട് 4 ടൈപ്പ് ഹൈനാസാണുള്ളത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പോട്ടഡ് ഹൈനയാണ്. ഈ ഹൈനകളെ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് സബ് സഹാറൻ ആഫ്രിക്കയുടെ ഭാഗങ്ങളാണ്. സഹാറ മരുഭൂമിയുടെ തെക്ക് ഭാഗത്ത് കാണുന്ന എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന പ്രദേശത്തെയാണ് സബ് സഹാറൻ ആഫ്രിക്ക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രൗൺ ഹൈനാസ് ആണ്. സ്ട്രാൻ വോൾഫ് എന്നൊരു പേരും കൂടിയുണ്ട് ഇതിനെ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് സൗത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലും സിംബാബ്വേയുടെ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. IUCNന്റെ റെഡ് ലിസ്റ്റിൽ, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ ലിസ്റ്റിലാണ് ഇവയെ പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈനാസിൻ്റെ അടുത്ത കാറ്റഗറിയാണ്. ഇതിൻ്റെ പേര് വരുന്നത് ആഡ് വൂൾഫ് എന്നാണ്. പ്രധാനമായിട്ട് ഇവ ഭക്ഷിക്കുന്നത് മൃഗങ്ങളെ വേട്ടയാടിയല്ല, കൂടുതലും ചെറു പ്രാണികളും അവയുടെ മുട്ടകളും അതുപോലെ തന്നെ ചെതൽപ്പുറ്റിലെ ചെതലുകളുമാണ് കൂടുതലായിട്ട് ആഹാരമായി ഭക്ഷിക്കുന്നത്. ഇനി 4ാമത് ഒരു ടൈപ്പ് ഹൈനയും കൂടിയുണ്ട്. അതിൻ്റെ പേര് വരുന്നത് സ്ട്രൈപ്ഡ് ഹൈനസ് എന്നാണ്. അത് കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യൻ കാടുകളിലുണ്ട്. ഇന്ന് നമ്മുടെ യാത്ര അതിനെ തേടിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ അമർഗഡ് എന്ന് പറയുന്ന ഒരു സഫാരി പാർക്കാണ്. മെയിനായിട്ട് നമുക്ക് ഈ സഫാരി പാർക്കിൽ കാണാൻ പറ്റുന്നത് പുള്ളിപ്പുലികളെയും ഹൈനകളെയാണ്. പക്ഷേ പുള്ളിപ്പുലികളെ വളരെ റെയറായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് ഇവിടെ നല്ല രീതിയിൽ ഹൈനയുടെ സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ പേപ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം നമ്മളെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈ കാണുന്ന ഗേറ്റ് കടന്നിട്ടാണ് നമ്മൾ ഉൾക്കാടുകളിലേക്ക് പോകുന്നത്. എന്തായാലും നല്ലൊരു പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച പോലെ ആദ്യത്തെ ഒരു സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇത് ഹൈനയാണ്, സ്ട്രൈപ്ഡ് ഹൈന. ഇന്ത്യയിൽ കാണപ്പെട്ടു വരുന്ന ഹൈനയുടെ ഏക ഒരു ഇനം ഈ ഒരു സ്ട്രൈപ്ഡ് ഹൈനയാണ്. ആഡ് വോൾഫ്, സ്പോട്ടഡ് ഹൈന, ബ്രൗൺ ഹൈന, ഈ ഒരു വിഭാഗമൊന്നും നമ്മുടെ ഇന്ത്യയിലില്ല. നമുക്കാകെയുള്ളത് ഈ ഒരു സ്ട്രൈപ്ഡ് ഹൈനസ് മാത്രമാണ്. ഏതോ ഒരു ജീവിയുടെ ചീഞ്ഞഴുകിയ ശരീരഭാഗം എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തന്നെ അത് ഹൈഡ് ചെയ്ത് തിരിച്ചു വരുന്നത് നമുക്ക് ഈ വിഷ്വലിൽ കാണാൻ പറ്റും. അതവിടെ കൊണ്ടുപോയി ഹൈഡ് ചെയ്തിട്ടാണ് ഈ പോകുന്നത്. ഇവർ കൂടുതലും സ്കാവഞ്ചേഴ്സാണ്, അതായത് ശവഭോജികൾ. ഇവരങ്ങനെ പറയാനുള്ള കാരണം ഇവർ ചത്ത ജീവികളുടെ ശവശരീരമാണ് കൂടുതലും ഭക്ഷിക്കുന്നത്. അങ്ങനെ ഭക്ഷിക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിംഹം, ലെപ്പേഡ്, കടുവ അങ്ങനെയുള്ള ജീവികൾക്ക് ഓടിച്ചിട്ട ഇരയെ പിടിച്ച് അതിനെ ശ്വാസം മുടിച്ച് കൊല്ലാനുള്ള പല്ലുകളുണ്ട്. ഇവർക്ക് അങ്ങനത്തെ പല്ലുകളില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും ഇവർ നമ്മുടെ വൈൽഡ് ഡോഗ്സിനൊക്കെ പോലെ പിടിക്കുന്ന ഇരയെ പച്ചയ്ക്ക് തന്നെ അതിൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് കടിച്ചു പറിച്ചുന്ന സ്വഭാവക്കാരാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവയെ ശ്വാസം മുടിച്ചു കൊല്ലാനുള്ള പല്ലുകളില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഹൈനകളുടെയൊക്കെ മനോഹരമായ കാഴ്ചകളൊക്കെ പറത്തിയതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴി റൈറ്റ് സൈഡിൽ ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മറ്റു മനോഹരമായ കാഴ്ചകളും കിട്ടി. അതും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ഹൈനയുടെ കൂട്ടം നേരെ വെള്ളത്തിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള കുളമാണ്. ഈ ഹൈനയുടെ നിപ്പ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഹൈനയുടെ മുൻകാലുകൾക്ക് പൊക്ക കൂടുതലും പിൻകാലുകൾക്ക് പൊക്ക കുറവുണ്ട്. കൂടുതലും വെള്ളം കുടിക്കാനായിട്ട് ഇവ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ടാണ് സാധാരണ വെള്ളം കുടിക്കുന്നത്. ഈ ഒരു പിക്കിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു ഡിഫറൻസ് പറഞ്ഞായിരുന്നു. ഹൈനകൾക്ക് മൃഗങ്ങളെ പിടിച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള പല്ലുകളില്ലാന്ന്. കടുവയുടെ ആ നീളമേറിയ പല്ലുകളാണ് ഇരയെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ സഹായിക്കുന്നത്. എന്നാൽ ഈ പല്ലുകൾ നമ്മുടെ ഹൈനകൾക്കില്ല. അതിനൊരു വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ കടുവയുടെ പല്ലുകൾ മാംസം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഉള്ളത്. ഹൈനകൾക്ക് വളരെ ശക്തിയേറിയ താടിയെല്ലുകളും പല്ലുകളുമാണ് ഉള്ളത്. പ്രധാനമായിട്ടും അസ്ഥികൾ പൊട്ടിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് ഹൈനയുടെ പല്ലുകളുള്ളത്. ഹൈനകൾക്ക് കടുവയെ പോലെ മാംസം അറുത്ത് കഴിക്കാനുള്ള മൂർച്ചയേറിയ പല്ലുകളില്ല. എന്നിരുന്നാൽ പോലും അസ്ഥികൾ പൊട്ടിച്ച് അതിനുള്ളിലെ മജ്ജ വരെ കഴിക്കാനുള്ള ബൈറ്റിംഗ് പവർ നമ്മുടെ ഹൈനകൾക്കുണ്ട്. കടുവയുടെ ബൈറ്റിംഗ് ഫോഴ്സ് 1050 PSI ആണ്.
ഈ PSI എന്ന് പറയുന്നത് പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് എന്നാണ്. നേരെ മറിച്ച് നമ്മുടെ ഹൈനകളുടെ സ്ട്രൈപ്ഡ് ഹൈനേഴ്സിൻ്റെ ആണെങ്കിൽ 800 to 1000 വരെയാണ് അതിൻ്റെ PSI. ഈ ബൈറ്റിംഗ് പവർ ഓരോ ജീവിയുടെ ബൈറ്റിംഗ് പവർ വ്യത്യാസമുണ്ട്. മനുഷ്യർക്ക് വെറും 150 PSI ആണ്. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കമൻസ് ആയിട്ട് അയയ്ക്കുക. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും വിഷ്വൽസും നമ്മുടെ ചാനലുണ്ട്. സമയം പോലെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമുക്ക് വീണ്ടും ഹൈനയുടെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. സിംഗിളായിട്ട് നടക്കുമ്പോൾ ഏറ്റവും ഭയമുള്ളവരും എന്നാൽ കൂട്ടമായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതും ഇവരെ തന്നെയാണ്. അതും ഹൈനയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. പൊതുവെ 4 ടൈപ്പ് ഓഫ് ഹൈനാസാണുള്ളത്. ഈ 4 ഹൈനകൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള ബൈറ്റിംഗ് ഫോഴ്സാണുള്ളത്. നമ്മുടെ സ്ട്രൈപ്ഡ് ഹൈനാസിനാണെന്നുണ്ടെങ്കിൽ 1000 വരെയാണ് മാക്സിമം വരുന്ന PSI വരുന്നത്. എന്നാൽ സ്പോട്ടഡ് ഹൈനാസിനാണെങ്കിൽ 1100 മുതൽ 1200 വരെയാണ് അതിൻ്റെ PSI വരുന്നത്. അതുപോലെ തന്നെ സ്പോട്ടഡ് ഹൈനാസ് കൂടുതലും ഗ്രൂപ്പായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ജീവികളാണ്. എന്നാൽ സ്ട്രൈപ്ഡ് ഹൈനാസ് നമ്മുടെ ഇന്ത്യയിലുള്ള ഹൈനാസ് ആണെങ്കിൽ ഒറ്റയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പായിട്ട് താമസിക്കുന്നതാണ് നമ്മുടെ സ്ട്രൈപ്ഡ് ഹൈനാസ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഹൈനാസിനെ കണ്ടുവരുന്നത് രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും പിന്നെ കർണാടകയുടെ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും സ്ട്രൈപ്ഡ് ഹൈനാസിനെ കണ്ടുവരുന്നത്. ഹൈനകൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത് രാത്രികാല സമയങ്ങളിലാണ്. ഡേ ടൈമിൽ ഇതുപോലെ ചെറിയ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടാൽ പോലും ഇവർ നൈറ്റാണ് ഏറ്റവും കൂടുതൽ ഇര പിടിക്കാനും അതുപോലെ തന്നെ ഇര തേടിയൊക്കെ സഞ്ചരിക്കുന്നത്. നൈറ്റ് വിഷൻ വളരെ കൂടുതലാണ് ഹൈനകൾക്ക്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ലോ ലൈറ്റിൽ പോലും ഇവർക്ക് നല്ല രീതിയിൽ ഇരകളെ തേടാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സഫാരി ടൈം ഏകദേശം തീരാറായിട്ടുണ്ട്. 3 മണിക്കൂറാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന സഫാരി ടൈം. നമ്മൾ ഈ ഒരു യാത്ര പോയിരിക്കുന്നത് പാക്കേജ് എടുത്തിട്ടാണ്. ഹാരിസ് കാസിംഗ് ബ്ലോഗിലെ ഹാരിസിക്കയും വണ്ടർലസ് സ്റ്റോറീസിലെ നിതിൻ ചേട്ടനുമാണ് ഈ ഒരു പാക്കേജ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ 3ാമത്തെ തവണയാണ് ഇവരുടെ കൂടെ ഈ ഒരു സഫാരിക്ക് പോകുന്നത്. നല്ല രീതിയിൽ അവർ ടൂറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇതുപോലത്തെ യാത്രകൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.